എഞ്ചിൻ പോർട്ടലിലേക്ക് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ ഒപ്പം വരുന്നത് ഒരു പുതിയ KTM വീഡിയോയുമായിട്ടാണ്. വീഡിയോ ഏതാണെന്ന് നിങ്ങൾ കണ്ടു കാണും, എങ്കിലും അതെന്താണെന്ന് നിങ്ങൾക്ക് കൂടുതൽ അറിയാം. അതിനു മുമ്പ് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സന്തോഷം എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബായും ലൈക്കായും ഷെയറായും കമൻറ്റായും കാണിക്കുക. നമുക്കിനി വാഹനത്തിലേക്ക് കടക്കാം. ഇത് KTM ഡ്യൂക്ക് 390 അഡ്വഞ്ചർ അല്ല, ഡ്യൂക്ക് 390 എക്സ്പ്ലോറർ. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും എപ്പോഴാണ് ഡ്യൂക്ക് 390 എക്സ്പ്ലോറർ ഇറങ്ങിയത്. ഇത് ഡ്യൂക്ക് 390 ആണ്, നമ്മുടെ സാധാ ഡ്യൂക്ക് 390. അതിനെ ഓട്ടോലോഗ് നേഷൻ എന്ന് പറയുന്ന ബോഡി മോഡിഫിക്കേഷൻ കിറ്റ് കമ്പനി ഇറക്കിയ ഒരു ഫെയറിംഗ് കിറ്റ് ഘടിപ്പിച്ചാണ് എക്സ്പ്ലോറർ എന്ന ഈ മോഡൽ ഇറക്കിയിരിക്കുന്നത്. ഇത് ഓട്ടോലോഗ് നേഷൻ തന്നെ പറയുന്നത് ഡ്യൂക്ക് 390 എക്സ്പ്ലോറർ എന്നാണ് അവർ ഈ കമ്പനിയെ വിളിക്കുന്നത്. ക്രിക്കറ്റ് താരമായ യുവരാജ് സിംഗ് ആണ് ഇതിൻ്റെ പ്രൊമോട്ടർ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം മിക്ക ക്രിക്കറ്റ് സ്റ്റാർസും ക്രിക്കറ്റിനേക്കാൾ കൂടുതൽ വാഹനങ്ങളോടാണ് അവർക്ക് കമ്പം. അതുകൊണ്ട് സാധാരണക്കാർക്ക് വേണ്ടി യുവരാജ് സിംഗ് തുടങ്ങിയ ഒരു കമ്പനിയുടെയാണ് ഓട്ടോലോഗ് നേഷൻ. അവരിറക്കിയൊരു ബോഡി കിറ്റാണ് ഡ്യൂക്ക് 390 എക്സ്പ്ലോറർ കിറ്റ് എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഈ കിറ്റ് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. പ്രത്യേകിച്ച് ഇത് ഡ്യൂക്ക് 390 ഒരു അഡ്വഞ്ചർ ബൈക്ക് എന്ന നിലയിലേക്ക് മാറ്റുകയാണ്. നമ്മൾ സാധാ ഡ്യൂക്ക് 390 വലിയ ചിലവില്ലാതെ ഒരു അഡ്വഞ്ചർ ബൈക്ക് എന്ന നിലയിലേക്ക് മാറ്റുകയാണ് ഈ കിറ്റ് കൊണ്ട് ചെയ്യുന്നത്. ഡ്യൂക്ക് 390 അഡ്വഞ്ചർ ഇനിയിപ്പോൾ ഇറങ്ങാൻ കുറച്ച് സമയം കൂടെ എടുക്കും. അതുവരെ കാത്തിരിക്കാൻ ഒക്കാത്തവർക്കും അതിലേക്ക് ഒരു അപ്ഗ്രേഡ് നടത്താൻ ബുദ്ധിമുട്ടുള്ളവർക്കും വളരെ കുറഞ്ഞ ചിലവിലാണ് ഈ അഡ്വഞ്ചർ കിറ്റ് നമുക്ക് കിട്ടുന്നത്. ഈ കിറ്റ് കൊണ്ടുള്ള ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോങ് റൈഡ് പോകുന്ന ടൂറിങ് പോകുന്നവർക്ക് ഈ ഡ്യൂക്ക് 390 ഒരു വിൻഡ്ഷീൽഡ് നൽകിക്കൊണ്ട് വളരെ സ്മൂത്തായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ കിറ്റിൻ്റെ പ്രത്യേകം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട് ഫെയറിംഗ് ആണ് ഇതിന് വരുന്നത്. വളരെ എയറോഡൈനാമിക്കായി ഡ്യൂക്ക് 390 എന്ന് പറയുന്ന സൂപ്പർ സ്പോർട്ട് ബൈക്കിന് വേണ്ട എയറോഡൈനാമിക്സ് ഒക്കെ ചേർത്തുകൊണ്ട് തന്നെയാണ് ഓട്ടോലോഗ് നേഷൻ ഈ കിറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ KTM ഡിസൈനേക്കാളും കുറച്ചുകൂടെ മുന്നോട്ട് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഓട്ടോലോഗ് നേഷൻ ഈ കിറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് പാർട്ടിൽ ലൈറ്റ് കവർ ചെയ്യത്തക്ക രീതിയിലുള്ള വൈസറൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് അത് വെച്ചിരിക്കുന്നത്. അതിന് വേണ്ട വൈസറെല്ലാം ക്ലാമ്പ് ചെയ്യാൻ വേണ്ട ഒരു ക്ലാമ്പുണ്ട്. ഇതിൻ്റെ ബോൾട്ടിങ് കാര്യങ്ങളൊക്കെ ഇപ്പം എല്ലാം ആ ഡ്യൂക്ക് 390 ബോൾട്ടിങ്ങിന് അനുസരിച്ച് തന്നെയാണ് ഇവർ ഈ ഡിസൈൻ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ബോൾട്ട് ഓൺ ബോഡി കിറ്റ് തന്നെയാണ്. വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് ഈ ഡ്യൂക്ക് 390 ഈ കിറ്റ് ഘടിപ്പിക്കാനാകും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുള്ളൊരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിറ്റ് ചെയ്യുന്നതിന് എത്ര രൂപയായെന്നായിരിക്കും. ഒരുപക്ഷെ 390 ഓണേഴ്സിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കിറ്റാണ്. കാരണം ബൈക്കിന് ലുക്ക് തന്നെ ആകപ്പാടെ ഒരു മാറ്റുന്ന ഒരു കിറ്റാണിത്. ഒരു അഡ്വഞ്ചർ ലെവലിലേക്ക് ഒരു ഓഫ് റോഡ് ബൈക്ക് എന്ന ഒരു രീതിയിലേക്ക് തന്നെ 390 മാറ്റും. അതേസമയം 390 പെർഫോമൻസ് അങ്ങനെ തന്നെ ഇരിക്കും. ഒറിജിനലി അഡ്വഞ്ചറിന് 19 ഇഞ്ച് വീലാണ് വരേണ്ടതെങ്കിലും ഇവിടെ ഇപ്പോൾ നമ്മൾ നോർമൽ ഡ്യൂക്ക് ആയത് കാരണം 17 ഇഞ്ച് വീലാണ് ഉള്ളത്. പക്ഷേങ്കിൽ ഈ കിറ്റ് കൊണ്ടുള്ള ഏറ്റവും വലിയ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് റൈഡിന് പോകുമ്പോൾ അധികം കാറ്റടിക്കാതെ നമുക്ക് സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കാൻ ഉള്ളതാണ്. അപ്പോൾ ഈ കിറ്റിൻ്റെ ചിലവും അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ബൈക്കിൻ്റെ ഉടമയായ അലനോട് നമുക്ക് ചോദിക്കാം. അലൻ, എങ്ങനെയാണ് ഈ കിറ്റിനെ പറ്റി അറിഞ്ഞതും ഇത് എങ്ങനെയാണ് നിങ്ങൾ ഇത് ചെയ്തത്? ഞാൻ ഇത് 2013 മോഡൽ ഡ്യൂക്ക് 390 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ 2013 മുതൽ വണ്ടി ഓടിച്ചു തുടങ്ങിയതാണ്. അപ്പം ഇതിപ്പോൾ 6ാമത്തെ വർഷമായി. അപ്പോൾ ഒരു 3-4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ ടൂറിങ്ങിലേക്ക് ഞാൻ എൻ്റർ ചെയ്തത്. അപ്പോൾ ആ സമയം തൊട്ട് ലോങ് ഡിസ്റ്റൻസ്, അതായത് ഒരു 3000-4000 കിലോമീറ്റർ റേഞ്ചിലേക്ക് ടൂർ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഈ വിൻഡിൻ്റെ ഒരു പ്രശ്നം. അതായത് ലോങ് റൈഡ്സിൽ ഇപ്പോൾ ജാക്കറ്റ് ഉണ്ടെങ്കിൽ പോലും എത്ര ആർമർ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു 100-120 മേളിൽ ക്രൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നെഞ്ചത്ത് ഭയങ്കര വിൻഡ് ബ്ലാസ്റ്റ്, നമുക്കൊരു ഭയങ്കര വെയിറ്റ് ഇരിക്കുന്ന ഒരു ഫീലാണ്. അപ്പം ഞാൻ കൂടുതലായിട്ട് വൈസറും ഇങ്ങനത്തെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന വണ്ടി മൂടി നമ്മുടെ റൈഡ് കൂടുതൽ കംഫർട്ടബിൾ ആക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് കുറേ അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ച് വൈസറും കാര്യങ്ങളൊക്കെ ഞാൻ പണ്ട് വെച്ചിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ വർഷം ലാസ്റ്റിലാണ് ഞാനിപ്പം ഓട്ടോലോഗ് ഞാൻ ഫോളോ ചെയ്യുന്നൊരു പേജാണ്. അപ്പോൾ അവരിതുപോലെ പഴയ ഡ്യൂക്കിന് വേണ്ടി ഒരു എക്സ്പ്ലോറർ കിറ്റ്, അതായത് ടൂറിങ് ബേസ്ഡ് ആയിട്ടൊരു കിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞത്. അന്ന് അത് ജസ്റ്റ് അവർക്കൊരു കോൺസെപ്റ്റ് മോഡലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഇതിനെപ്പറ്റി അറിഞ്ഞു, ഞാൻ അവരോട് എൻക്വയറി ചെയ്തു. അപ്പോൾ ഇവർ പറഞ്ഞു ഇതൊരു 2-3 മന്ത്സിനുള്ളിൽ അവരിത് പ്രൊഡക്ഷൻ ബേസ്ഡ് ആക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് എന്തുകൊണ്ടും ഭയങ്കര അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമായിട്ട് തോന്നി. ഞാൻ കൈയോടെ പ്രീ ഓർഡർ ചെയ്തു. അന്ന് എനിക്ക് കോസ്റ്റ് ആയതെന്ന് പറഞ്ഞാൽ പ്രീ ഓർഡർ 13,500 ആണ് ഇതിൻ്റെ കോസ്റ്റ്. പിന്നെ ഒരു 1,500 ഷിപ്പിംഗ് ഉണ്ട്. കാരണം ഇത് പൂനെ നിന്നാണ് വരുന്നത്. വന്നപ്പോൾ ഇത് 3 പാർട്ടാണിത്.
അപ്പോൾ അത്രയും വലിയൊരു ബോക്സിലാണ് വന്നത്. അപ്പോൾ 1500 ഷിപ്പിംഗ് ആയി. അങ്ങനെയാണ് അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നത്. സോ അപ്പം അതാണ് അലനുള്ള എക്സ്പീരിയൻസ്. ഐ മീൻ സോ 390 എന്ന് പറയുന്നത് KTM എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പ്യുവർ റേസ് സ്പോർട്ട് ബൈക്കാണ്. സൂപ്പർ ബൈക്ക് കേറ്റഗറിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഓടിച്ചു നോക്കാൻ പറ്റുന്ന ഒരു ബൈക്കുകളിൽ ഒന്നാണ് 390. RC 390 ആണ് സ്പെസിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ബൈക്കിലേക്ക് ഉള്ള ഒരു മൈഗ്രേഷൻ. പക്ഷേ 390 അതേ ഗുണങ്ങൾ നൽകുന്ന ഒരു നേക്കഡ് സ്ട്രീറ്റ് ബൈക്കാണ്. ആ നേക്കഡ് സ്ട്രീറ്റ് ബൈക്കിങ്ങിന് ഒരു ലോങ് ടൂറർ ആക്കാൻ എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചാണ് ഓട്ടോലോഗ് നേഷൻസ് ഇത് ഇറക്കിയത്. അപ്പം അലൻ്റെ എക്സ്പീരിയൻസ് കണ്ടു. ഇനി നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. അലൻ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഓണറാണ്. ട്രാവൽ ഗുരു എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഓണറാണ്. അപ്പോൾ അലനെ ഫോളോ ചെയ്ത ഈ ബൈക്കിൻ്റെ ഈ കിറ്റിൻ്റെ കൂടുതൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അറിയാനൊക്കും. എൻജിൻ പോർട്ടഡ് ചാനൽ കാണുന്ന എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ വരെ കാണുന്നിടം വരെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.